അടുത്ത് നമുക്ക് ഇനി ഡൈനിങ് ഹാള് അല്ലെ, ഡൈനിങ് ഹാളിന്റെ സൈഡിൽ നമ്മൾ കോട്ടയാടിന്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. ഇത് ആണ് നമ്മൾ പൂജാമുറി പറഞ്ഞത്. ഓക്കെ, ഡൈനിങ് ടേബിളും ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈൽസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? ഗ്രൂവ് ഇതിനായിട്ട് മാച്ച് ആയിട്ടുള്ളതിന് കിട്ടി. ഇത് ശരിക്കും ടെക്സ്ചർ പെയിന്റ് അടിച്ചതാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ തന്നെ തന്ന ടൈൽസ് ആണെന്നുള്ളത്. ശരിക്കും ആ പച്ച, ഇത് ഇവിടെ പച്ച ചൂസ് ചെയ്യാന്നുള്ളതൊക്കെ അതൊരു ക്രിയേറ്റിവിറ്റി ആണ്. ഉള്ളിലും ഞങ്ങള് കബോർഡിനൊക്കെ പച്ച കളർ. ആ ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. നമ്മള് ഈ ഡൈനിങ് ഹാളിലും ഈ കോട്ടയാട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറൽ ലൈറ്റ് ഡൈനിങ് ഹാളിലേക്കും കൂടെ കിട്ടുന്ന രീതിയിലാണ്. പകലൊന്നും നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, രാവിലെ തൊട്ട് തന്നെ വെളിച്ചമുണ്ടാവും. അത് നമ്മൾ പൂജാമുറി അല്ലേ? പൂജാമുറി ഇപ്പത്തെ വീടുകളിലൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും പൂജാമുറി നിർബന്ധം പറയണില്ല തോന്നുന്നു. പക്ഷെ നമുക്ക് വേണം, നമ്മുടെ സംതൃപ്തിയാണല്ലോ പ്രധാനം. എനിക്ക് തോന്നുന്നു മാഡം വളരെ കുറച്ച് കാര്യങ്ങളാണ് എഞ്ചിനീയറോട് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞ ഒന്ന് പൂജാമുറിയാണ്. പൂജാമുറി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കാറ്റും വെളിച്ചം ഉണ്ടായിരിക്കണം, നല്ല സ്പേഷ്യസ് ആയിരിക്കണം, നമുക്കിങ്ങനെ കുടുസായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വീടായിട്ടേ ഫീൽ ചെയ്യുന്നു. അല്ല, അതെ, പുറത്തുനിന്ന് നോക്കിയപ്പോ ചെറിയ വീടാ പറ്റും. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് മുറികളും ഒക്കെ. പിന്നെ ഇതിന്റെ ലിവിങ്ങും ഡൈനിങ്ങും അടുക്കളയും ഫ്രണ്ടിലും, ബാക്കി മുറികളെല്ലാം ബാക്കിലേക്കാണ്. ഇപ്പൊ ആരെങ്കിലും ഒരു ഗസ്റ്റ് ഒന്നും വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രൈവസി ഒന്നും ഒരിക്കലും ബാധിക്കില്ല. ഇപ്പൊ മുറിയിൽ ആരെങ്കിലും കിടക്കണുണ്ടെങ്കിലും ഒന്നും, കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്നൊരു വ്യൂ ഇല്ലല്ലോ, അതുകൊണ്ട്